പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ ADGP എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. ബന്ധുക്കളിൽ ചിലരെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. കോയമ്പത്തൂരിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. പുറത്തുവന്ന ശബ്ദരേഖയുടെ ആധികാരികത ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പരിശോധിക്കും. ഗർഭചിത്രത്തിന് രാഹുലിന്റെ സുഹൃത്ത് എത്തിച്ച ജീവൻ പോലും അപകടത്തിലാവുന്ന മരുന്നാണെന്ന് കണ്ടെത്തി. യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളുടെ ആധികാരികതയും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗർഭചിത്രത്തിന് ശേഷം യുവതിയുടെ ആരോഗ്യനില മോശമായിരുന്നുവെന്ന് ഡോക്ടർമാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, ഏറ്റവും പുതിയ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് പോലീസിന് കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് സാധിക്കും എന്ന് കരുതാമോ? വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പലയിടങ്ങളിലായി രാഹുൽ ഇങ്ങനെ മാറി മാറി കഴിയുകയാണ്. രാഹുലിന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ രാഹുൽ ഇപ്പോൾ പാലക്കാട് തന്നെയുണ്ട്. പക്ഷേ രാഹുൽ സ്വന്തം ഫോൺ പാലക്കാട് വെച്ചതിന് ശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളുടെ ശേഖരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിന് ശേഷമുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. എങ്കിലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത ബുധനാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിനു മുന്നോടിയായി ഈ തെളിവുകളുടെ ശേഖരണമൊക്കെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടിടങ്ങളിൽ വെച്ചാണ് ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുന്നത്. ഒന്ന് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച്, പാലക്കാട് ഫ്ളാറ്റിൽ വെച്ച് എന്നുള്ളതാണ്. ഈ രണ്ടിടങ്ങളിലും ഈ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ഉദ്യോഗസ്ഥർ അവിടുത്തെ ജീവനക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദം അത് രാഹുലിന്റെയും ഈ ഇരയായിട്ടുള്ള യുവതിയുടെയും ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. കാരണം ഈ യുവതിയുമായി തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ശബ്ദ സാമ്പിൾ പരിശോധിക്കും. അത് അവരുടേതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. രാഹുലിനെ പിടികൂടിയതിനു ശേഷമായിരിക്കും രാഹുലിന്റെ പരിശോധനകൾ മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് അത്തരത്തിലാണ് ഈ അന്വേഷണ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിർണായക നീക്കമെന്ന് പറയുന്നത് ഈ യുവതി ചികിത്സ തേടിയിട്ടുള്ള ഡോക്ടർമാരുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഈ യുവതിയുടെ ആരോഗ്യാവസ്ഥ വളരെയധികം മോശമായിരുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്ന് ഡോക്ടർമാരെ കണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര മോശമായ ആരോഗ്യാവസ്ഥയിലായിരുന്നു യുവതി എന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നത്. അന്ന് യുവതിക്ക് നൽകിയിരിക്കുന്ന മെഡിക്കൽ രേഖകൾ അത് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ മെഡിക്കൽ രേഖകൾ ഈ ഡോക്ടർമാരെ കണ്ട് അതിന്റെ ആധികാരികത അന്വേഷണ സംഘം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്രയും നടപടികളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി അറസ്റ്റിലേക്ക് കടക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന എസ് വെങ്കടേഷ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഒരുപക്ഷെ വൈകാതെ തന്നെ അറസ്റ്റിലേക്ക് കടക്കാം എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് അന്വേഷണ സംഘവും ഉള്ളത്. യെസ് സിജോ, അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ രേഖകളുടെ ആധികാരികത, ശബ്ദ സാമ്പിൾ പരിശോധന തുടങ്ങിയവയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നുണ്ടോ? മെഡിക്കൽ രേഖകളുടെ ആധികാരികത പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ആധികാരികത അന്വേഷണ സംഘം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതി അന്വേഷണ സംഘത്തിന് ഈ മെഡിക്കൽ രേഖകൾ കൈമാറിയിരുന്നു. ഈ മെഡിക്കൽ രേഖയുമായി ഈ ഡോക്ടർമാരെ ഈ അന്വേഷണ സംഘം സമീപിച്ചു. അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുവതി ഹോസ്പിറ്റലിലെത്തി അവർ പറഞ്ഞ ദിവസം തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർ വരുന്ന സമയത്ത് അവിടെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു എന്നുള്ളൊരു കാര്യം ഡോക്ടർമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ യുവതി കൈമാറിയിട്ടുള്ള ഈ രേഖകൾ ഈ ഡോക്ടർമാരെ കാണിച്ചത്. ആ ഡോക്ടർമാർ അത് തങ്ങൾ നൽകിയിരിക്കുന്ന രേഖകൾ തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും മെഡിക്കൽ പരമായ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇനി രണ്ടാമത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ശബ്ദത്തിന്റെ ആധികാരികത സംബന്ധിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് ഈ യുവതിയെ കൊലപ്പെടുത്തുമെന്നും അതോടൊപ്പം തന്നെ നിർബന്ധപൂർവ്വം അബോർഷന് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം. രാഹുൽ മാങ്കൂട്ടം ആദ്യഘട്ടത്തിൽ അത് തന്റേതാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസം കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ ശബ്ദം തന്റേതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. തന്നെ കുടുക്കാൻ വേണ്ടിയാണെങ്കിലും ഈ തരത്തിൽ ഇതിന്റെ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ കാര്യം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്
കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. കാരണം ഇത് യുവതിയുടെ ഇതാണ് എന്നുള്ളത് യുവതിയുടെ ശബ്ദ സാമ്പിളുകളെടുത്ത് ഈ ഓഡിയോയും കൂടെ വെച്ച് അത് രണ്ടും മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ കടക്കും. എന്തായാലും ഈ ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി ഒരു വലിയ തെളിവുകൾ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ കേരളത്തിലും ഒപ്പം കോയമ്പത്തൂരിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.